ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടി ബന്ധത്തിൽ പോയ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുമായിട്ടൊരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്നാണ്. ഒരു ചെറിയ റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. അയ്യോ, കാണുക, എല്ലാവരും ഇത് കാണുക. അയ്യോ, എന്താ മറ്റേ പുള്ളി പറയണ പോലെ ഘടികാരങ്ങൾ നിലച്ചു പോകുന്ന സമയം കാണുക. എന്തെങ്കിലും പറയട്ടെ അത്? നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അല്ലേ എടുത്ത്, എന്ത് ഇതിൻ്റെ അകത്ത് പറയാ? കൊള്ളാം കൊള്ളാം കൊള്ളാം. അയ്യോ, വെരി നൈസ്. അപ്പൊ നമ്മൾ ചോദിച്ച തേർഡ് പാർട്ടി ലവർ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. തേർഡ് പാർട്ടിയുടെ അടുത്തോട്ട് ലവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്ലോട്ടിങ്, പഞ്ചാര അടിക്കൽ എന്നൊക്കെ പറയാം. ഇത്തിരി പഞ്ചാര പ്രിയനാണ് അല്ലെങ്കിൽ പഞ്ചാര പ്രിയയാണ്. പഞ്ചാര എന്നും പറയാം. അപ്പൊ അങ്ങനെയുള്ള ടീമാണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി. അങ്ങനെ വേറൊരു വ്യക്തിയുടെ അടുത്തോട്ട് പോയി ആ റിലേഷൻഷിപ്പിൽ, അതായത് ആ വ്യക്തിയുടെ അടുത്തോട്ട് പോയത് വേറൊന്നുമല്ല, ഇപ്പം നിങ്ങളുടെ പല കാര്യങ്ങളും, നിങ്ങളുടെ പല ഫീലിങ്സും, നിങ്ങളോടുള്ള പല കാര്യങ്ങളും ഭേദിച്ച് നിങ്ങൾക്കൊരു വാല്യൂ തരാതെ ഇവരാണ് എൻ്റെ എല്ലാം, എനിക്ക് ഇവർ മതി, എന്നെ ഇവർ നല്ല രീതിക്ക് നോക്കും, എന്നെ ഇവർ ഒരു പഞ്ചസാര പൊതിയുന്ന പോലെ എന്നെ കാത്തുരക്ഷിക്കും, എന്നെ ഇവർ നല്ല രീതിക്ക് സംരക്ഷിച്ചുകൊണ്ട് പോരും, ഞാൻ ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ലൈഫ് ടൈം മുഴുവനും എനിക്ക് ഒരു ലൈഫ് ടൈം മുഴുവനും എന്നെ നമ്മളൊരു കുട്ടീനെ സംരക്ഷിക്കൂലേ, എപ്പോഴും ഒരു കുഞ്ഞിനെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് പോരുന്നത് പോലെ ഇവരെന്നെ സംരക്ഷിക്കും എന്നുള്ള തെറ്റായ മിഥ്യായ ധാരണയിൽ പോയി ചെന്ന് കയറിക്കൊടുത്ത ഒരു ഇടമാണ് ഇത് സുഹൃത്തുക്കളെ. അതാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്, അവർക്ക് എന്താണ് ആവശ്യം അത് ടോട്ടൽ ചെയ്തു കൊടുക്കാം. അവർക്ക് എന്താണ് കാര്യങ്ങൾ അത് ഞാൻ ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. പറഞ്ഞാൽ മതി, റെഡിയാണ്. ATM കാർഡിലൊക്കെ ATM-ൽ നമ്മൾ ചെന്ന് സ്വിച്ചിട്ട് ബട്ടൺസ് അമർത്തുന്ന പോലെ ആ ബട്ടണിൽ കൂടി അമർത്തി നമുക്കൊരു ഔട്ട്പുട്ട് ക്യാഷ് കിട്ടുന്നത് പോലെ ഇവരോട്, നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടി എന്തെല്ലാം പറയുന്നു സ്പോട്ടിൽ അപ്പം ചെയ്തു കൊടുക്കുകയാണ്. ഇത് കിടക്കണം അടിപൊളി എന്ന് പറഞ്ഞ് എല്ലാം ചെയ്തു കൊടുക്കുകയാണ്. സ്നേഹങ്ങളൊക്കെ വാരിക്കോരി കൊടുക്കുകയാണ്. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ തേർഡ് പാർട്ടി ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ പേഴ്സണെ നിർത്തുന്നത് യൂസ് ആൻഡ് ത്രോ, ഉപയോഗം കഴിഞ്ഞിട്ട് വലിച്ചെറിയുക. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കുന്നില്ല. ഇത് ഇവർ ചെയ്യുന്നതും ഇവർ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണെ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ട്രൂത്ത് എന്താണ് അതിൻ്റെ അകത്ത് സത്യാവസ്ഥ, അല്ലെങ്കിൽ ഇവർ എന്നോട് നിൽക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ 100% ആയിട്ട് യഥാർത്ഥ സ്നേഹത്തിലും വിശ്വാസത്തിലും സംരക്ഷണത്തിലുമാണ് തേർഡ് പാർട്ടിയുടെ അടുത്ത് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ബ്ലാക്ക് മാജിക് എഫക്റ്റും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ചെയ്യുന്ന പരിപാടികളും കാണുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ തേർഡ് പാർട്ടിയും ഫോർത്ത് പാർട്ടിയും 5ാമത്തെ പാർട്ടിയും 10ാമത്തെ പാർട്ടിയും എന്നാൽ നമ്മളൊരു വ്യക്തിക്ക് നമ്മളുടെ ജീവിതത്തിലോട്ട് ഒരു എൻട്രൻസ് കൊടുക്കാതെ വേറൊരു വ്യക്തി കയറി വരുമോ? ഇല്ലല്ലോ. നമ്മളുടെ വീട്ടിലോട്ട് ആര് വരണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ വീടിൻ്റെ ഡോറ് തുറന്നു കൊടുക്കാതെ ഒരു വ്യക്തി കയറി വന്നിരിക്കുമോ? അല്ലെങ്കിൽ നമ്മളുടെ ക്ഷണനപ്രകാരം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ എവിടെ കയറിയിരിക്കണം എന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അപ്പം അതിനനുസരിച്ചല്ലേ അവരും വരുന്നത്. മനസ്സിലായോ? അല്ലാതെ നിങ്ങളുടെ പേഴ്സൻ്റെ സമ്മതം ഇല്ലാതെ നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിലോട്ട് ഒരു തേർഡ് പാർട്ടി വരുമോ? അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക.
കാരണം നിങ്ങളുടെ പേഴ്സൺ ടോട്ടലി ഇവർ എന്നെ എല്ലാ രീതിയിലും എനിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഇവരെന്നെ സഹായിക്കും, എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും, എന്നെ ഇറിറ്റേറ്റ് ചെയ്യൂല. ഇവർ എന്നെ പണസംബന്ധമായിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കും എന്താണ് പൊതുവെ എല്ലാ രീതിയിലും എന്നെ സഹായിക്കുന്ന ആളാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ റെഡിയാണ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി ഇവരുടെ കാര്യങ്ങളെല്ലാം ടോട്ടലി മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന പോലെ സ്കാൻ ചെയ്തെല്ലാം കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്ത് ഈ വ്യക്തി എപ്പോൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും, ഈ വ്യക്തി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, ഈ വ്യക്തിയെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാം, ഈ വ്യക്തിയോട് ദേഷ്യപ്പെടാനായിട്ട് പറ്റുമോ, ഈ വ്യക്തി ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്തായിരിക്കും ചെയ്യുന്നത് എന്ന് പറഞ്ഞുള്ള ടോട്ടൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എല്ലാ പരിപാടികളും ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് വിട്ടുകൊടുക്കുന്നതെന്നല്ല, എറിയുന്നു. കഴിഞ്ഞ റീഡിങ്ങിൽ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. ടോട്ടലി ബ്രേക്ക് ചെയ്ത് കളയുന്നു. നിങ്ങളുടെ പേഴ്സൺ അവിടെ നിൽക്കുന്നത് നല്ല രീതിക്ക് സ്നേഹവും സമാധാനവും സന്തോഷവും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് അതിൻ്റെ ഒരു കർമ്മ, അതിൻ്റെ ഒരു കാര്യങ്ങൾ കിട്ടുന്ന ഒരു കാര്യമാണ് കാണുന്നത്. നമ്മൾക്കൊരു കർമ്മ കിട്ടുക, അതായത് നമ്മളൊരു നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു കർമ്മ കിട്ടുക. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിനെ നശിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അന്നത്തിന് മുട്ടുണ്ടാക്കുക, അവരുടെ തൊഴിലിനെ മുട്ടുണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ അവരുടെ ഒരു കുടുംബജീവിതത്തിനെ വ്രണപ്പെടുത്തുക, മുറിവേൽപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ ചെയ്താൽ മറ്റുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും എന്താ പറയുക ഒരു എന്താ പറയുക നമ്മളെ കൊണ്ട് അവർ കരയാൻ ഇടവരുത്തുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് വേറൊരു വ്യക്തിയുടെ അടുത്ത് ആ സന്തോഷവും സമാധാനവും തേടിപ്പോയാൽ തീർച്ചയായിട്ടും അതിനൊരു കർമ്മ കിട്ടും. കാരണം ഇത് കാണുന്ന ആളുകൾ ദൈവത്തിൻ്റെ അടുത്ത്, യൂണിവേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് മനമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, കാരണം ഇത് നിങ്ങൾ പലരും വിശ്വസിക്കുന്നത് കർമ്മ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുമോ? ഇല്ലേ? നമ്മൾ മാത്രം എന്താ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നു, ആ പേഴ്സൺ സുഖമായിട്ട് ജീവിക്കുന്നു? അതൊന്നുമല്ല. നിങ്ങളുടെ ചെവിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാതുകളിൽ തന്നെ ഈ വ്യക്തിയുടെ പല കാര്യങ്ങളും കേൾക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഈ തേർഡ് പാർട്ടി ഈ വ്യക്തിയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് കാണുന്നത്. അത് അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒരു കേസല്ല നിങ്ങളുടെ പേഴ്സണ്. എനിക്ക് വയ്യ ഇതൊക്കെ വരുന്നത് കാണുമ്പോഴാണ്. അയ്യോ കൊള്ളാം. അയ്യോ അതായത് തേർഡ് പാർട്ടി ഒരു സ്ഥലത്ത് നിൽക്കില്ല. തേർഡ് പാർട്ടി ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ അടുത്ത് സ്റ്റക്കായിട്ട് നിന്നാലും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ടോട്ടലി അവരൊരു കാലയളവ് വെക്കും. ഒരു ഇത്ര കാര്യങ്ങൾ അവർക്ക് നേടണം, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നേടണം. എന്നിട്ട് അവർ ആ ഒരു കാലയളവ് കൊണ്ട് അതെല്ലാം നേടി എല്ലാം വാങ്ങിച്ച് എല്ലാ കാര്യങ്ങളും തൻ്റെ അടുത്തോട്ട് ആക്കി കഴിഞ്ഞ് ടോട്ടലി അയാളെ എല്ലാ രീതിയിലും മറ്റേ നമ്മൾ എന്താ പറയുക ഊറ്റിയെടുത്ത് നമ്മൾ മറ്റേ ഈ എന്താ പറയുക നമ്മൾ ഈ കരിമ്പ് ജ്യൂസൊക്കെ എടുക്കൂലേ, കരിമ്പ് ജ്യൂസ് എടുത്തു കഴിഞ്ഞിട്ട് ആ കരിമ്പിനെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കളയൂലേ, അതുപോലെ ടോട്ടലി ഒരു വേണ്ടാത്ത ഒരു കാര്യമൊക്കെ അങ്ങോട്ട് എറിഞ്ഞു കളയും. എന്നിട്ട് തേർഡ് പാർട്ടി അടുത്ത സ്ഥലം തേടി പോകും. എന്നിട്ട് അവരുടെ കാര്യങ്ങൾ അടുത്ത ഒരു കാര്യത്തിലോട്ട് എൻ്റർ ചെയ്ത് ടോട്ടലി അവർക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് എങ്ങനെ വാങ്ങിച്ചെടുക്കാം, അതൊക്കെ എനിക്ക് എന്തൊക്കെ നേടിയെടുക്കാം, ആ ഒരാളെ എൻ്റെ അടുത്തോട്ട് എങ്ങനെ അടുപ്പിക്കാം എന്ന് വിചാരിച്ച് നടക്കുന്ന തേർഡ് പാർട്ടിയാണ്. ഇത് ഒരാളുടെ അടുത്ത് നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടി അല്ല. ഇത് ഒരാളുടെ അടുത്ത് ലൈഫ് ടൈം മുഴുവനും എനിക്ക് ഇയാൾ വേണം, അല്ലെങ്കിൽ ലൈഫ് ടൈം മുഴുവനും എനിക്ക് ഇത് തന്നെ കൊണ്ടുപോകണം, ലൈഫ് ടൈം മുഴുവനും ഈ ആളാണ് എൻ്റെ എല്ലാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി അല്ല. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഈ വ്യക്തി അകന്നു പോകും. നിങ്ങളുടെ പേഴ്സൺ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചൂടാകുകയും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചീത്ത പറയുകയും കയ്യാങ്കളിയൊക്കെ കാണിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും ഈ തേർഡ് പാർട്ടി അതിലും വലിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണോട് കാണിക്കും. ശരിക്കും ഒരു അടിമ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണെ ഈ തേർഡ് പാർട്ടി കണക്കാക്കുന്നത്.
മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സൺ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഇയാളുടെ കൂടെ കൂടിയാൽ എൻ്റെ പ്ലാനിങ്സ് എല്ലാം നടക്കും, ഇവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളാണ്, അതാണ് മറ്റതാണ് മറിച്ചാണ്. ഒരു തേങ്ങയല്ല, ഒരു തേങ്ങയല്ല, ഒരു മാങ്ങയല്ല, ഒന്നുമല്ല. മനസ്സിലായോ? ഇവരെക്കാളും വലിയ അടവ് പഠിച്ച ആളാണ് ഈ തേർഡ് പാർട്ടി. ഇതിൻ്റെ അകത്ത് അങ്ങനെയാണ് കാണുന്നത്. കാരണം സ്വന്തം കാര്യം, സ്വന്തം സുഖം, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ, ലാസ്റ്റ് രണ്ടുപേരും കൂടി അടിയിട്ട് പിരിയുന്ന പോകുന്ന ഒരു കാര്യമാണ്. കാരണം വകതിരിവില്ല, രണ്ടിനും വകതിരിവില്ല. കുറച്ചിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കണം, മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കണം. സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന ഇവർ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാത്രമാണ് ഈ ലോകത്തിലെ നല്ല നല്ല കാര്യങ്ങൾ. ഇവർക്കെതിരായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ലോകത്തിലെ ചീത്ത കാര്യങ്ങളാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഫീലിങ്സ് ആണ് ഈ ലോകത്തിലെ നല്ല ഫീലിങ്സ് എന്ന് വിചാരിച്ച് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ചെയ്യുന്ന, എന്നാൽ എല്ലാ കാര്യങ്ങളും തങ്ങൾക്കറിയാം, എല്ലാ കാര്യങ്ങളും തങ്ങളുടെ അണ്ടറിലാണ് നടക്കുകയുള്ളൂ, എല്ലാ കാര്യങ്ങളും ഇപ്പൊ മണ്ടത്തരം വിജയിച്ചാലും അതൊരു വിക്ടറി ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഈ രണ്ടുപേരും. ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് അണിഞ്ഞൊരുങ്ങി നടക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ നടക്കുന്നതും നിങ്ങളുടെ പേഴ്സൺ അത് തന്നെയാണ്. എല്ലാത്തിനും മറ്റുള്ളവരുടെ ഒരു അറ്റൻഷൻ കിട്ടണം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുക, മറ്റുള്ളവർ എൻ്റെ വേഷങ്ങൾ നോക്കുക, മറ്റുള്ളവർ എൻ്റെ സംസാര രീതിയിൽ കൂടി എന്താ പറയുക ആകർഷിച്ചുകൊണ്ട് വരിക, അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും. ഈ തേർഡ് പാർട്ടി അതിൻ്റെ അപ്പുറത്തുള്ള പുള്ളിക്കാരത്തിയ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ആളാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫ്യൂച്ചർ ഇട്ടത് കണ്ടതാണല്ലോ. ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല, ഇറങ്ങിപ്പോകും, അടിച്ചു പിരിയും, മൂവ് ഓൺ ചെയ്യും. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും. അതിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ഒരു ഡിപ്രഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഹാർട്ട് ബ്രേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെൻ്റലി ഒരു വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലോട്ട് പോകുന്നതാണ്. ഓക്കെ, ഇയാൾ വിചാരിച്ചിരിക്കുന്നത് ഇയാളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇവരൊരു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും, വളരെ നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷേ ഇയാളെല്ലാം ടോട്ടലി, നമ്മൾ ഈ മിക്സിയൊക്കെ കറക്കി ഇങ്ങനെ ജ്യൂസാക്കി വരൂലേ, അതുപോലെ ഇയാളുടെ ലൈഫ് ഒരു ടോട്ടലി കുറച്ചധികം നാൾ ഇയാളൊരു ഡിപ്രഷൻ സ്റ്റേജിലായിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ മാറി കുറച്ചൊരു വകതിരിവും ബോധമൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെയാണ് ഇയാൾക്ക് ഒരു ബോധവും കുറ്റബോധങ്ങളും വരുമ്പോഴാണ് ഒരു നല്ലൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മനുഷ്യ സ്ത്രീയിലോട്ടോ ഇവർ വന്ന് ഇവരുടെ ജീവിതം നോർമലായിട്ടുള്ള ഒരു കാര്യങ്ങളിലോട്ട് കടക്കുകയുള്ളൂ. ഇവരുടേതായിട്ടുള്ള കരിയറിലും കാര്യങ്ങളിലൊക്കെ ഇവർ പോകാനായിട്ട് ശ്രമിക്കും. അതുവരെ ഇവർ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ ചോദ്യം ഇതായിരുന്നു, ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ വന്നത് ഇതാണ്, ഇറങ്ങിപ്പോക്ക്. ഓക്കെ, നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. നിങ്ങൾക്കുള്ള ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ്. Okay, opportunity and change, take a step back, learning experience, clear, cancel and release. അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത് കുറച്ചൊക്കെ ഒന്ന് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരുടെയും ജീവിതങ്ങൾ മാറി മറിയും. മനസ്സിലായോ? എല്ലാവർക്കും നല്ല സമയങ്ങൾ വരും. അപ്പം നമ്മളെ ചതിച്ചതും പറ്റിച്ചതും വഞ്ചിച്ചതും പോയിട്ടുള്ള ആളുകളെ പറ്റിയും നമ്മളൊരു നല്ലൊരു ജീവിതത്തിൽ ഇരിക്കുമ്പോൾ, ഷെടാ ഇങ്ങനത്തെ ഒരു സാധനത്തിനെയാണല്ലോ ഞാനന്ന് സ്നേഹിച്ചത്, അതെൻ്റെ വിഡ്ഢിത്തരമായി പോയല്ലോ, ഞാനിപ്പോൾ എന്തോരം നല്ലൊരു ജീവിതത്തിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയം വരും, ഡെഫിനറ്റ് ആയിട്ട് വരും. ഇതൊരു നിങ്ങൾക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് മാത്രമാണ്. ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ആ വ്യക്തി പോയെന്നും പറഞ്ഞ് നമ്മളുടെ ജീവിതം അല്ല പോകുന്നത്, ആ ചാപ്റ്ററാണ് ക്ലോസ് ആവുന്നത്. മനസ്സിലായോ? അല്ലാതെ എൻ്റെ ജീവിതം പോയി, എനിക്കിനി ഒന്നുമില്ല, എല്ലാം എൻ്റെ ഈ വ്യക്തിയുടെ അടുത്തായിരുന്നു, എൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ ഈ വ്യക്തിയുടെ അടുത്തായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ ഒരു ചാപ്റ്റർ മാത്രമാണ്, ഒരു ചീത്ത ചാപ്റ്റർ മാത്രമാണ് ക്ലോസ് ആവുന്നത്. നമ്മൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പഠിക്കാനും തുടങ്ങി.
ഇത് നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്ന പോലെ വിഷമമായിരിക്കും, വേദനയായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കാലം മായ്ക്കാത്ത മുറിവുകളൊന്നുമില്ല. കാലനല്ല, കാലം. അങ്ങനത്തെ മുറിവുകളൊന്നുമില്ല. അപ്പം നമ്മൾ കുറേ നാളൊക്കെ കഴിയുമ്പോൾ ഒരുപാട് കാലമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ 10-70 വയസ്സാകുമ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്. കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, ചേടാ എന്താടാ ഇത്, ഞാൻ എന്തൊരു നല്ല രീതിയിലാണ് ജീവിക്കുന്നത്, ഞാൻ എന്തൊരു സന്തോഷം അനുഭവിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ വെറുതെ അവൻ്റെ കാര്യമൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ അവളുടെ കാര്യമൊക്കെ ആലോചിച്ച് അതൊക്കെ നമ്മളൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കും. ഓക്കെ, ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച്. ഈ ഇരിക്കുന്ന ആളുകൾ ഒരുപാട് കഴിവുള്ളവരും ഒരുപാട് പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്രഗത്ഭരുമാണ്. പക്ഷേ അതാര് വിചാരിക്കണം? നിങ്ങൾ തന്നെ വിചാരിക്കണം. ഞാൻ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്തെങ്കിലും നമ്മളുടെ ഉള്ളിൽ ഒരു കഴിവുമില്ലാത്ത ഒരാൾ ഈ ലോകത്തില്ല. അങ്ങനെ ഒരാളെ ഈ ലോകത്ത് ജനിപ്പിക്കില്ല. ഒരു കഴിവ് പോലും ഇല്ലാത്തവരുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും പല രീതിയിൽ പല കഴിവുകളുണ്ട്. മനസ്സിലായോ? അപ്പം ആ ഒരു കഴിവ് നമ്മൾ കണ്ടെത്തി നമ്മളത് മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കർത്തവ്യം. അത് നമ്മൾ കണ്ടെത്തുക. അല്ലാതെ എൻ്റെ ദൈവമേ എന്നെ വ്യക്തി ഇട്ടിട്ട് പോയി, ഞാൻ ബ്രേക്കപ്പായി പോയി, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ ഒരാളുടെ അടുത്ത് സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്യരുത്. നമുക്കൊരു വാല്യൂ ഉണ്ടെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുക. നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് അവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ അവരുടെ അടുത്ത് ബെഗ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ അവർക്ക് നഷ്ടപ്പെട്ടു, അവർക്കത് നഷ്ടബോധമായി എന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കുക. അതിന് നമ്മൾ ജീവിച്ച് സന്തോഷിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടി. മറ്റൊരാളുടെ കൂടെ ആണെങ്കിലും സ്വന്തമായിട്ടാണെന്നുണ്ടെങ്കിലും ജീവിച്ച് സന്തോഷത്തിലും സമാധാനമായിട്ട് നിങ്ങളില്ലെങ്കിൽ എനിക്കൊരു തേങ്ങയും ഇല്ല, ഞാൻ അടിപൊളിയായിട്ട് ജീവിക്കുമെന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു റിവഞ്ച്. അല്ലാതെ അവരെന്തെങ്കിലും ചെയ്യട്ടെ, അവർക്കുള്ളതൊക്കെ ദൈവം കൊടുത്തോളും. നമ്മളുടെ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്. നമ്മൾ കുറച്ചൊന്ന് നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു, നമ്മളുടെ ജീവിതത്തിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിവായിട്ട് നേടാൻ പറ്റി, ഏതൊക്കെ കാര്യങ്ങളിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളിൽ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ആളുകളും മണ്ടത്തരം ചെയ്യും. ഈ പറയണ ഞാൻ എന്തോരം ചെയ്തിട്ടുണ്ട്, എല്ലാ ആളുകളും ചെയ്യും. അതൊക്കെ നമ്മളത് മനസ്സിലായോ? അതൊക്കെ നമ്മളൊരു അറിവ്, നമുക്കതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം എടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നാൾ എന്തൊക്കെ നടന്നു, ഞാൻ എവിടെയാണ് പറ്റിക്കപ്പെട്ടത്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ലിയർ, ക്യാൻസൽ ആൻഡ് റിലീസ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് വിട്ടുകളയുക. നമ്മളുടെ കഴിവ് മനസ്സിലാക്കി ഈ പോയ സാധനങ്ങളെയൊക്കെ ഓർത്ത് വിഷമിക്കുകയും കരയുകയും പിടിക്കുകയും ഒന്നും ചെയ്യാതെ നമ്മളുടെ കഴിവ് മനസ്സിലാക്കി നമ്മൾ ഒരു സെൽഫ് വാല്യൂ കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോവുക. പുറകോട്ടല്ല, മുമ്പോട്ട്. നമ്മൾ സെൽഫ് ഗ്രോത്തിലോട്ട് എത്തിപ്പെടുമ്പോൾ വരാനുള്ളവരൊക്കെ വരികയും ചെയ്യും. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു പുതിയൊരു റിലേഷൻഷിപ്പിലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിലൊരു നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് റീകൺസിഡറേഷനോ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വീണ്ടും ഒരു കാര്യങ്ങൾക്കോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉപയോഗിക്കാൻ പറ്റുമോ എന്നല്ല, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് ഇയാൾ നിൽക്കുമോ. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും എഫേർട്ട് ഇടണം, ഒരാൾ മാത്രം ഇട്ടിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് നിങ്ങൾക്ക് പല രീതിയിലും ജീവിതത്തിൽ വിജയിച്ച് പല രീതിയിലും ജയിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുക. അല്ലാതെ ഒരാൾ മാത്രം കൊടുക്കുക, ഒരാൾ മാത്രം വാങ്ങിക്കുക, അതൊരു റിലേഷൻഷിപ്പ് അല്ല. അപ്പം ഈ വ്യക്തി റീകൺസിഡറേഷനും കാര്യങ്ങൾക്കും വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇയാളെ സ്വീകരിക്കണോ, ഇയാൾക്ക് ഇനിയും ഇയാൾ തേർഡ് പാർട്ടി ബന്ധത്തിൽ പോകുമോ, ഇയാൾ എന്തെല്ലാം കാര്യങ്ങൾ ഇനി എന്നോട് ചെയ്യും, അതൊക്കെ ഒബ്സർവേഷൻ ചെയ്യുക. കാരണം നിങ്ങൾ നല്ല രീതിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, നിങ്ങൾ യൂണിവേഴ്സിനോട് തേടുന്നുണ്ട്. അതിൻ്റെ പരിപാടിയാണിത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം വരും. അല്ലാതെ നമ്മൾ പുറകോട്ട് പോയി വെറുതെ വേദനകളും വിഷമങ്ങളും ഏറ്റെടുക്കാതെ മുമ്പോട്ട് പോയി നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ, അടിച്ചു പൊളിക്കുന്നേ, പിന്നല്ലാണ്ട് വേറെ പണിയില്ലേ. പോയതൊക്കെ പോയി. ഇനി വരുവാണെന്നുണ്ടെങ്കിൽ 2 കോക്കറിയൊക്കെ കാണിച്ച്
2 പൊന്നിനൊക്കെ കുത്തി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആളുകളുണ്ടല്ലോ, ഈ ലോകത്ത് എന്തോരം ആളുകളുണ്ട്, മനസ്സിലായില്ലേ? ആ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോയി പണി നോക്കാൻ പറയുക. അല്ലാന്നുണ്ടെങ്കിൽ 2 കൊക്കറിയും പൊന്നിനും ഒക്കെ കാണിച്ച് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.